നമ്മൾ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഒരു പവർഫുൾ അഫർമേഷൻ മെത്തേഡാണ്. ലോ ഓഫ് അട്രാക്ഷൻ യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു മെത്തേഡ് ആർക്കൊക്കെ യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, വൺ സൈഡ് ലവേഴ്സ്, ബ്രേക്കപ്പ് ആയവർക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. ഈ ഒരു മെത്തേഡിലൂടെ നിങ്ങളുടെ ബന്ധത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അഫെക്ഷൻ കുറവ് മൂലം കൂടുതൽ തരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുള്ള വാക്കുതർക്കങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കാനായിട്ട് ഈ ഒരു മെത്തേഡ് നിങ്ങളെ പൂർണ്ണമായി സഹായിക്കുന്ന ഒന്നാണ്. ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒരു തരത്തിലുള്ള ആശയക്കുഴപ്പവും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകാനായിട്ട് പാടില്ല. ആശയക്കുഴപ്പം വെച്ചുകൊണ്ട് നമ്മളൊരു മെത്തേഡിനെ അപ്രോച്ച് ചെയ്യുമ്പോഴേക്ക് അത്തരത്തിലുള്ള നെഗറ്റീവ് സൈഡിലുള്ള ഇമ്പാക്റ്റുകളായിരിക്കും നമ്മൾക്ക് ലഭിക്കുന്നത്. നമ്മൾക്ക് വേണ്ടത് പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്ട്സ് ആണ്. അല്ലെങ്കിൽ എത്രത്തോളം മനോഹരമാക്കാൻ സാധിക്കുമോ അത്രത്തോളം മനോഹരമാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ആദ്യം തന്നെ മനസ്സിലെ ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കുക. ഇനി നമുക്ക് മെത്തേഡിലേക്ക് വരാം. ഈ ഒരു മെത്തേഡ് ചെയ്യുന്നതിന് മുമ്പായി നിങ്ങൾ ആദ്യം തന്നെ ശാന്തമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക. ശാന്തമായ അന്തരീക്ഷം എന്ന് ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല, നിങ്ങൾക്ക് സ്വസ്ഥമായ കുറച്ച് നേരം ഇരിക്കാൻ സാധിക്കുന്ന സ്ഥലം. അത് നിങ്ങളുടെ റൂമാവാം, നിങ്ങളുടെ ബെഡായിരിക്കാം, നിങ്ങളുടെ ടെറസായിരിക്കാം. ആ ഒരു സ്പേസിൽ യാതൊരു തരത്തിലുള്ള ബാഹ്യമായ ശബ്ദങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വേറിട്ട ചിന്തകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പിന്തിരിപ്പൻ മനോഭാവങ്ങളോ ഉണ്ടാകാനായിട്ട് പാടില്ല. ഈ ഒരു മെത്തേഡ് ചെയ്യുന്ന ടൈം പീരീഡിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് നിങ്ങൾ ഫേസ് ചെയ്യുകയാണെങ്കിൽ തുടർന്ന് ആ ബുദ്ധിമുട്ട് ഒഴിവാക്കിക്കൊണ്ട് തന്നെ ചെയ്യാനായിട്ട് നോക്കുക. അത് നിങ്ങൾക്ക് തീർച്ചയായും കഴിയുന്ന ഒന്നാണ്. ഒരു തരത്തിലുള്ള കുഴിയിലും നമ്മൾ അകപ്പെടേണ്ടവരല്ല. ആ കുഴിയിൽ നിന്നെല്ലാം ഏണി ഉണ്ടാക്കി അല്ലെങ്കിൽ വഴി ഉണ്ടാക്കി കയറി വരാൻ പ്രാപ്തിയുള്ളവരാണ് നമ്മൾ. അതുകൊണ്ട് ബി കോൺഫിഡൻറ്റ് അബൌട്ട് ദാറ്റ്. അതിനുശേഷം ഒരു തുണിയോ മാറ്റോ വിരിച്ചിട്ട് ആ ഒരു സ്പേസിൽ ഇരിക്കാൻ പോവുകയാണ്. തുണി എന്ന് ഉദ്ദേശിച്ചത് ബെഡ്ഷീറ്റ് ആയാലും മതി. യോഗയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ യോഗ മാറ്റ് യൂസ് ചെയ്യാം. അത്തരത്തിൽ ഇരിക്കുമ്പോൾ കാൽമുട്ട് മടക്കി ചമ്മണം മടഞ്ഞിരിക്കുന്ന പോസ്റ്ററിലാണ് തറയിൽ ഇരിക്കേണ്ടത്. കാലിന് എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കസേര ഉപയോഗിക്കാവുന്നതാണ്. കസേര ഉപയോഗിക്കുമ്പോൾ കാൽപാദങ്ങൾ ക്രോസ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. പുരുഷന്മാരാണെങ്കിൽ ഇടതുകാൽ മുകളിൽ വരുന്ന രീതിയിൽ ക്രോസ് ചെയ്യുക. സ്ത്രീകളാണെങ്കിൽ വലതുകാൽ മുകളിൽ വരുന്ന രീതിയിലാണ് ക്രോസ് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങളുടെ കൈപ്പത്തി മലർത്തി തുറന്ന് കാൽമുട്ടുകളുടെ മുകളിലേക്ക് വെക്കുക. കൈപ്പത്തിയിലെ വിരലുകളെല്ലാം ഒരുമിച്ച് യോജിച്ച് തന്നെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. തള്ളവിരൽ സൈഡിലേക്ക് മാറിയിരിക്കുന്ന പ്രവണത പലരിലും കണ്ടുവരുന്നുണ്ട്. അത് മാറ്റിയെടുക്കാനായിട്ട് നോക്കുക. നിങ്ങളുടെ നടു നിവർന്ന് തന്നെയാണ് ഇരിക്കേണ്ടത്. അതിനുശേഷം നിങ്ങളുടെ കണ്ണുകൾ ശാന്തമായി അടയ്ക്കുക. കണ്ണുകൾ അടയ്ക്കുമ്പോൾ പലതരത്തിലുള്ള ചിന്തകളും കണ്ണ് തുറക്കാനുള്ള ടെൻഡൻസിയും എല്ലാം തോന്നും. അതിലേക്കൊന്നും നിങ്ങൾ പോകരുത്. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിച്ചത്. നിങ്ങളുടെ മനസ്സിനെ ആശയക്കുഴപ്പത്തിൽ നിന്നും കരകയറ്റിയിട്ട് വേണം ഈ ഒരു മെത്തേഡ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഞങ്ങളെ പൂർണ്ണമായി വിശ്വസിക്കാം. ഈ ഒരു മെത്തേഡ് 100% വർക്കിംഗ് ആണ്. ശാന്തമായ കണ്ണുകൾ അടച്ചതിന് ശേഷം നിങ്ങളുടെ ശ്വാസത്തെ നിരീക്ഷിക്കാനായിട്ട് പോവുകയാണ്. ഇൻഹേൽ ചെയ്തുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു. അതിനുശേഷം ശ്വാസം പുറത്തേക്ക് വിടുന്നു, എക്സേൽ ചെയ്തുകൊണ്ട്. അത്തരത്തിൽ എടുക്കുമ്പോൾ മനസ്സിൽ പല പല ചിന്തകൾ വന്ന് നമുക്ക് ശ്വാസത്തെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാനോ സാധിക്കുകയില്ല. ആ സാഹചര്യത്തിൽ ചെയ്യേണ്ടത് നിങ്ങളുടെ മൂക്കിനറ്റത്തായിട്ട് നിങ്ങളുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുക. അതായത് നിങ്ങളുടെ മൂക്കിൻ്റെ കാവൽക്കാരനായിട്ട് നിങ്ങൾ ബിഹേവ് ചെയ്യുകയാണ്. അത്തരത്തിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ ശ്വാസം നിങ്ങൾക്ക് വളരെ വേഗത്തിൽ നിരീക്ഷിക്കാൻ സാധിക്കും. അത്തരത്തിൽ ഇൻഹേൽ ചെയ്തു, എക്സേൽ ചെയ്തതിന് ശേഷം മനസ്സിൽ 1 എന്ന് കൗണ്ട് ചെയ്യുക. അത്തരത്തിൽ 50 മുതൽ 75 വരെ കൗണ്ട് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ അതിനെ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ വിഷ്വലൈസേഷൻ മെത്തേഡിലേക്ക് കയറാൻ പോവുകയാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടെത്തിക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. ഈ ഒരു എക്സാമ്പിളിലൂടെ നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ പ്രവർത്തിച്ചെടുക്കുക. അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതുമാണ്. എന്തെങ്കിലും തരത്തിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം മിണ്ടുന്നില്ല. അത്തരത്തിലുള്ള സാഹചര്യമാണെങ്കിൽ നിങ്ങൾ ആ പ്രശ്നം സംസാരിച്ച് സോൾവ് ചെയ്യുന്നതായിട്ടും
അതിനുശേഷം നിങ്ങൾ പുറത്തു പോയി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതായിട്ട്, പുറത്ത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് എത്തിച്ചേരുന്നതായിട്ടും, നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ലഭിക്കുന്നതായിട്ടും എല്ലാം തന്നെ പോസിറ്റീവായ രീതിയിൽ മനസ്സിൽ ചിത്രീകരിക്കാവുന്നതാണ്. അത്തരത്തിൽ ചിത്രീകരിക്കുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സും പാടില്ല. വളരെ വ്യക്തമായി തന്നെ ചിത്രീകരിക്കണം. നിങ്ങൾ പോകുന്ന സ്ഥലമെല്ലാം ഒരു ഇമാജിനേഷൻ പോലെ കാണാതെ നിങ്ങൾ ചെന്നെത്തിപ്പെട്ട ഫീലിൽ തന്നെ നിങ്ങൾ ഇരിക്കാനായിട്ട് നോക്കുക. അതിനുശേഷം ഈ ഒരു അഫർമേഷൻ പറയുക. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്. ഐ ലവ് മൈ എക്സ്, ദ പവർ ഓഫ് ലവ് ഈസ് ഇൻസൈഡ് മീ. ഈ എക്സ് എന്ന് പറഞ്ഞ ഭാഗത്ത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ പേര് ചേർത്ത് പറയേണ്ടതാണ്. അത്തരത്തിൽ പേര് ചേർത്ത് പറയുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ യഥാർത്ഥ പേര് തന്നെ ചേർക്കാനായിട്ട് നോക്കുക. ഈ ഒരു അഫർമേഷൻ 7 തവണയാണ് പറയേണ്ടത്. ഈ ഒരു മെത്തേഡ് ചെയ്യേണ്ട ടൈം പീരീഡ് എന്ന് പറയുന്നത് 10 ദിവസമാണ്. അഫർമേഷൻ പറഞ്ഞതിന് ശേഷം വീണ്ടും നിങ്ങളുടെ ശ്വാസം നിരീക്ഷിക്കാൻ പോവുകയാണ്. ഇൻഹേൽ എക്സേൽ ചെയ്തുകൊണ്ട് മനസ്സിൽ 1 എന്ന് കൗണ്ട് ചെയ്ത് തുടങ്ങി 75 മുതൽ 100 വരെ കൗണ്ട് ചെയ്യാവുന്നതാണ്.